നിത്യബ്രഹ്മചാരിയായ ഹനുമാന് ഒരു മകനോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ പലരും നെറ്റിച്ചുളിച്ചേക്കാം. പക്ഷേ രാമായണത്തിലെ അധികം ആരും ചർച്ച ചെയ്യാത്ത ആ അധ്യായത്തിൽ ഹനുമാനും അദ്ദേഹത്തിന്റെ മകനും തമ്മിൽ നടന്ന ഭീകരമായ ഒരു പോരാട്ടത്തിന്റെ കഥയുണ്ട്. അച്ഛനും മകനും പരസ്പരം തിരിച്ചറിയാതെ ജീവൻ മരണ പോരാട്ടം നടത്തിയ ആ നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ലങ്കാദഹനത്തിനു ശേഷം തന്റെ വാലിലെ തീ അണയ്ക്കാൻ ഹനുമാൻ സമുദ്രത്തിൽ മുങ്ങി നിവർന്നപ്പോഴാണ് ഈ കഥ തുടങ്ങുന്നത്. ആ നിമിഷം ഹനുമാന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി വിയർപ്പ് കടലിൽ വീണു. അത് വിഴുങ്ങിയത് ഒരു കൂറ്റൻ മത്സ്യമായിരുന്നു. ആ മത്സ്യത്തിന്റെ വയറ്റിലാണ് ഹനുമാന്റെ തേജസ്സുള്ള ആ ബാലൻ വളർന്നത്. പകുതി മനുഷ്യനും പകുതി മത്സ്യവുമായ ആ രൂപമായിരുന്നു മകരധ്വജൻ. പിന്നെ സംഭവിച്ചതെന്താണെന്നറിയാമോ? പാതാളലങ്കയിലെ രാജാവായ അഹിരാവണന്റെ സൈന്യത്തിന് ഈ മത്സ്യത്തെ കിട്ടി. അവർ അതിനെ കീറി നോക്കിയപ്പോൾ ഉള്ളിൽ അതിശക്തനായൊരു ബാലനെ കണ്ട് അത്ഭുതപ്പെട്ടു. അഹിരാവണൻ മകരധ്വജനെ പാതാളത്തിന്റെ കാവൽക്കാരനായി നിയമിച്ചു. ഹനുമാനെപ്പോലെ തന്നെ അസാമാന്യമായ കരുത്തും ബുദ്ധിയും ആ മകനുമുണ്ടായിരുന്നു. പിന്നീട് രാമനെയും ലക്ഷ്മണനെയും അഹിരാവണൻ തട്ടിക്കൊണ്ടുപോയി പാതാളത്തിൽ തടവിലാക്കി. അവരെ രക്ഷിക്കാൻ ഹനുമാൻ പാതാളലോകത്തേക്ക് കുതിച്ചു. പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് ഹനുമാനെ ഒരാൾ തടഞ്ഞു. പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന മകരധ്വജൻ. താൻ ആരുടെ മകനാണെന്ന് മകരധ്വജന് അറിയാമായിരുന്നു. പക്ഷേ തന്റെ സ്വാമിയായ അഹിരാവണനോടുള്ള വിശ്വസ്തത കാരണം അദ്ദേഹം അച്ഛനെ വെല്ലുവിളിച്ചു. അച്ഛനും മകനും തമ്മിൽ പാതാളത്തിൽ വെച്ച് ഭീകരമായ യുദ്ധം നടന്നു. തന്റെ കരുത്തിന് തുല്യനായ ഒരാളെ ആദ്യമായി കണ്ടപ്പോൾ ഹനുമാൻ അത്ഭുതപ്പെട്ടുപോയി. എങ്കിലും തന്റെ ധർമ്മം നിറവേറ്റാൻ മകരധ്വജൻ യുദ്ധം തുടർന്നപ്പോൾ ഹനുമാന് തന്റെ മകനെ ബന്ധിക്കേണ്ടിവന്നു. അവിടെയാണ് യഥാർത്ഥ രഹസ്യം ഒളിച്ചിരിക്കുന്നത്. അഹിരാവണനെ വധിച്ച ശേഷം ഹനുമാൻ ചെയ്തത് എന്താണെന്നറിയാമോ? തന്റെ മകന്റെ വീര്യം തിരിച്ചറിഞ്ഞ ഹനുമാൻ രാമന്റെ അനുഗ്രഹത്തോടെ മകരധ്വജനെ പാതാളത്തിന്റെ രാജാവായി വാഴിച്ചു. ബ്രഹ്മചാരിയായ ഹനുമാന്റെ വിയർപ്പിൽ നിന്ന് ജനിച്ച മകരധ്വജൻ ഹനുമാനെപ്പോലെ തന്നെ വലിയൊരു ഭക്തനും വീരനുമായി ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഈ കഥ നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നോ? ഗുജറാത്തിൽ ഇന്നും ഹനുമാന്റെയും മകരധ്വജന്റെയും വിഗ്രഹങ്ങൾ ഒന്നിച്ചുള്ള ഒരു ക്ഷേത്രമുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ആ അപൂർവമായ ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഇടമാണത്. ഇതിനേക്കാൾ വലിയൊരു വിധിവൈപരീത്യം പുരാണങ്ങളിൽ വേറെ എവിടെയുണ്ടാകും?